ഓറിയോ പൗഡർ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ഓറിയോ ഷേക്ക് ഉണ്ടാക്കി. ഈ ഓറിയോ എത്തിയിരുന്നവരെ ഞാൻ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഫസ്റ്റ് ഈ ഓറിയോ കണ്ട് ഓരോ പീസായിട്ട് എടുത്തിടാം. ഇന്നലെ അങ്ങനെ ആയിട്ട് കാണിച്ചിട്ട് ഒരു പീസ് ഇങ്ങോട്ടിടാം കാണിച്ചിടാം. ഗ്ലൗസ് യൂസ് ചെയ്താൽ കൊള്ളാം കേട്ടോ. നമുക്കൊന്നൊരു ഓറിയോ ഷേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മെത്തേഡാണ് കണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മഴക്കല്ലല്ലേ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യണേ. ഞാൻ പോയി ഗൈസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാണട്ടെ. നമ്മളോരോ ഓറിയോ ഇങ്ങനെ മുറിച്ചിടാണ്. ഓരോ ഓറിയോ ജാക്കിച്ചാനെ പോലെ ചവിട്ടുന്നവരുണ്ട്. ജാക്കിൻ്റെ കാല് ഞാൻ ഉടച്ചു. പോലും ഈ ക്യാമറ കൂടെ കാണും. ഞാൻ ക്യാമറ കണ്ട ഇങ്ങനെ പൊട്ടിക്കില്ല. ഈ ക്യാമറ കൂടെ ഞാൻ നല്ലോണം പൊട്ടിക്കുന്നുണ്ട്. ഞാനൊരു നല്ല ഇൻഡെറ്റിച്ചെൻ്റ്. ഇത്രയും നമ്മൾ ഓറിയോടെ കൊണ്ടിട്ട് തൊട്ട് നീന്തി കപ്പിൻ്റെ തൊട്ട് ഈ പൊടി എൻ്റെ അമ്മയെ ഉണ്ടാക്കുന്ന പൊടിന്ന് ഞാൻ അയച്ചു പറ്റിയാണ്. ആരോട് പറയല്ലേ. അയ്യോ, ഫൈനലി ആയി. ഇത് ഇവിടെ ഇട്ട് പിടിക്കാൻ ഒരു ബുക്ക് വെച്ച, അല്ലെങ്കിൽ ബഡ്ഡി ഇട്ട് പിടിച്ചോ. ഞാൻ ഇതെല്ലാം ബഡ്ഡി ചെയ്താണ് ചെയ്യുന്നത്. ടാബ് ചാർജ് ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ പോലത്തൊരു കൊട്ടാരം കൊണ്ട് കളിക്കും. എൻ്റെ ടാബ് ഇതാ അവിടെ കണ്ടില്ലാതെ ചാർജ് ആവും. അടുക്കളയിൽ നിന്ന് ചെയ്യാൻ സമ്മതിക്കത്തില്ല ഗൈസ്. എല്ലാം കിട്ടും. ഞാൻ വർക്കെണിച്ചത് ഇതാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യാം. എൻ്റെ കൂടെയൊന്ന് എല്ലാവരും ചെയ്യുമോ? കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മൂടില്ല, വയ്യ. ഒരു ഉണ്ട കുറച്ച് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ പിന്നെ ദം ബിരിയാണി ഞാൻ ഇങ്ങനെ മലർത്തി വെച്ചപ്പോൾ കണ്ടു ഒരു കേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ഇങ്ങോട്ട് വേണം. കേക്ക് നമുക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് ആ സ്മൂത്ത് സ്ഥലം ഒന്നുകൂടെ ഇങ്ങനെ ഇട്ട് കുഴക്കാം. എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ലായിരിക്കല്ലേ, നിങ്ങളെ ശ്രദ്ധിക്കാൻ. ആരെക്കാണല്ലേ അയ്യോ, ഗ്ലൗസ് യൂസ് ചെയ്യുന്നതിന് നല്ലതാണ് കേട്ടോ.
ഗ്ലൗസ് ഈ അപ്പുറത്തോടെ പോകണം പയ്യെ മെഡിറ്റ് ചെയ്യാൻ. കുറച്ച് മാവ് ഒഴിക്കുന്നതാണ് കുറച്ച് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. രാവിലെ എന്ത് തിന്നല് തിന്നണോ? തിന്നാൽ കുഴപ്പമില്ലായിരിക്കല്ലേ? നല്ല ടേസ്റ്റുണ്ട്. ഈ ഓറിയോ പൗഡർ എടുത്ത് ഇങ്ങോട്ടിടണം. ദാണ്ട് ഈ ഒരു കപ്പിലാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. ഞാൻ 3 ഓറിയോ ആണ് എടുത്തിരിക്കുന്നത്. പാലിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ഞാൻ കുറയ്ക്കും. ഇതൊരു പ്ലജ് പറയുന്ന പോലെ ഉണ്ട്. എൻ്റെ സൗണ്ട് ഭയങ്കര കുറവാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സൗണ്ട് ഭയങ്കര കുറവാണ്. എനിക്കെന്താണെന്ന് അറിയത്തില്ല. ബട്ട് എൻ്റെ സൗണ്ട് ഭയങ്കര കുറവാണ്. നമുക്കിന്നത് ബാക്കിയല്ല ഞാൻ വരയ്ക്കും. നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇപ്പോൾ എൻ്റെ സംസാരം മാത്രം നിങ്ങൾ കേൾക്കുന്നുള്ളൂ. ഇത് പിന്നെ എന്തുവാടെ ഉണ്ടാക്കുന്നത്? അയ്യോ, നമ്മളൊരു ഓറിയോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓറിയോ കേക്ക് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓറിയോ കേക്ക് നോ ഗ്യാസ് വേണ്ട. ഞാൻ അടുത്ത ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ കേക്കാണ്. നൈസായിട്ട് പ്ലാൻ മാറിയിട്ടുണ്ട്. ഓറിയോ കേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ പറ്റിയ പോലെ ഇങ്ങനെ കുത്തിക്കേറ്റിക്കോ. അയ്യോ അയ്യോ രാത്രി ഒരു മരിച്ച് കൊല്ലുന്നു. ഞാൻ ഇതെന്തൊരു Wow, what a delicious cake. അതായത് നമ്മളിനി ഇത് എടുത്ത് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഇതൊരു ഡെലീഷ്യസ് കേക്ക് ആവത്തുള്ള സം വാട്ടർ ടു ആഡിങ് ചെയ്യണം. വാട്ടർ ആഡ് ചെയ്യണേ. കുറച്ച് നേരം ഈ കട്ടനെ കണ്ടോണ്ടി കട്ടല്ല തണ്ടീനെ കണ്ടോണ്ടിരി. കുറച്ച് എന്ത് ചെയ്യാം? ഡെക്കറേഷന് വേണമെങ്കിൽ കിൻഡർ സർപ്രൈസ് കിട്ടിയ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ 1 സ്കൂപ്പ് നിനക്ക് ഈ ഓറിയോയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒഴിക്കാം. ഓറിയോയുടെ ക്വാണ്ടിറ്റി സ്കെച്ചിൻ്റെ അടപ്പിലൂടെ വെള്ളം പാസ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഓറിയോയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. ഞാൻ ഓറിയോയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഓവനിൽ വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ വെക്കാം. ഓർമ്മിൻ്റെ കൂട്ടിയൊക്കെ ഉണ്ടാവില്ല. ഈ കേക്ക് നമ്മൾ ഞൊറിഞ്ഞ് തിന്നെ. അയ്യോ ഇപ്പോൾ താഴെ വീണു എൻ്റെ സാധനം. 1 സ്കൂപ്പ് വാട്ടർ വെച്ചിട്ട് നമ്മൾ കൈവച്ച് കുറച്ച് പരത്തി ഓക്കെയാണ്. വെള്ളം കൂട്ടിയിട്ടില്ലേ? ഫൈനൽ ഓറിയോ കേക്ക് കഴിക്കുന്നു.
ഗൈസ് ലൈൻ കാട്ട് ഞാൻ എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബൈ ബൈ. ഫ്രീസറിലല്ലേ, ഫ്രിഡ്ജ്.